السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. കിതാബ് വഖഫ് ലോകത്തിൽ ഹബ്സ് എന്നാണ് പറയുക. വഖഫ ശറഇൽ ഹബ്സ് മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി, ഉപകരിക്കാൻ പറ്റുന്ന സമ്പത്തിനെ തടഞ്ഞിടുക. മാ ബഖായി ഐനിഹി, വസ്തു ബാക്കിയാവുന്നതോടൊപ്പം ഉപകരിക്കാൻ സാധ്യമാകുന്ന ഒരു വസ്തുവിനെ തടഞ്ഞിടുക. അതായത് ഒരു മരം സെയ്ദിൻ്റെ മേൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹബ്സു മാലിൻ, ആ മരം തടഞ്ഞിടുക. യുംകിനുൽ ഇന്തിഫാഉ ബിഹി, ഉപകരിക്കാൻ പറ്റുന്ന ആ മരം അള്ളാൻ്റെ മാർഗത്തിലേക്ക് മാറ്റി വെക്കുക. പക്ഷേ ആ തടി ഉപയോഗിക്കാൻ പാടില്ല. മാ ബഖായി ഐനിഹി, തടി ബാക്കിയാവുന്നതോടൊപ്പം. എങ്ങനെയാണത് തടഞ്ഞു വെക്കുന്നത്? ഖത്ഇ തസറുഫി ഫി റഖബതിഹി, അതിൻ്റെ റഖബത്തിൽ, അതിൻ്റെ വസ്തുവിൽ കൈകാര്യം ചെയ്യാനുള്ള ആ അവകാശത്തെ മുറിച്ചുകൊണ്ട്, എൻ്റെ തെങ്ങാണ്, അതിനെനിക്ക് കൈകാര്യം ചെയ്യാലോ, ആ തസറുഫിനെ ഖത്ഇ ചെയ്തുകൊണ്ട്, മുറിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ആ വസ്തുവിനെ തടഞ്ഞു വെക്കുക. എവിടെ തടഞ്ഞു വെക്കുക? എവിടെ പിടിച്ചു വെക്കുക? അലാ മസ്രിഫിൻ മുബാഹിൻ, അനുവദനീയമായ ഒരു മാർഗത്തിൽ. ഉദാഹരണം സെയ്ദ്, പള്ളി, മദ്രസ. വജിഹത്തിൻ, അനുവദനീയമായ ഒരു ജിഹത്തിലും മാർഗത്തിലും. ഇപ്പം മസ്രിഫ് മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഒരു മസ്രിഫ് എന്ന് പറയുമ്പോൾ ഫുഖറാ, വിനിയോഗിക്കപ്പെടുന്ന സ്ഥലം എന്നല്ലേ മസ്രിഫ് എന്ന് പറഞ്ഞാൽ. പള്ളി, മദ്രസ. വജിഹത്തിൻ, ഒരു അനുവദനീയമായ മാർഗത്തിലും. ഏകദേശം ഒന്നെ. ഹബ്സു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി, ഉപകരിക്കൽ സാധ്യമാകുന്ന ഒരു സ്വത്തിനെ തടഞ്ഞു വെക്കുക. മാ ബഖായി ഐനിഹി, വസ്തു നിലനിർത്തിക്കൊണ്ട്. എങ്ങനെ തടഞ്ഞു വെക്കുക? ബി ഖത്ഇ തസറുഫി റഖബതി, അതിൻ്റെ ദാത്തിലുള്ള കൈകാര്യകർത്തൃത്വം ഉപേക്ഷിച്ചുകൊണ്ട്. വിൽക്കാൻ പാടില്ല, അതാണല്ലോ. അത് മുറിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. എവിടെ തടഞ്ഞിടുക? എവിടെ പിടിച്ചിടുക? ഹബ്സ് എന്നാണല്ലോ. അലാ മസ്രിഫിൻ മുബാഹിൻ, അനുവദനീയമായ ഒരു മേഖലയിൽ, മാർഗത്തിൽ. വജിഹത്തിൻ, ഭാഗത്തിലും. വല്ല അസ്ലു ഫീഹി ഖബറു മുസ്ലിമിൻ ഇദാ മാത്തൽ മുസ്ലിം ഇൻഖതഅ അമലു, മുസ്ലിം മരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി, മൂന്നെണ്ണം ഒഴികെ. സദഖത്ത് ജാരിയ, ഉപകാരപ്രദമായ ഇൽമ്, സ്വാലിഹായ മക്കൾ. സ്വാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ ഐ മുസ്ലിം യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുക. സ്വാലിഹായ മകൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മകൻ. സ്വാലിഹ് എന്നുള്ളൊരു വിശദീകരണം കൊടുത്തതാണ്. എങ്ങനത്തെ സ്വാലിഹായ മകൻ? യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന. ഒരാളെ ദ്വാരിപ്പിച്ചാലും മതി. സ്വാലിഹായ അമല് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും? അവൻ ദ്വാരിക്കും. അപ്പോൾ സദഖിയ മറ്റൊക്കെ ചെയ്യൂലേ, എന്നിട്ട് അതിൻ്റെ കൂലി വാപ്പാക്കും വേണ്ടി, ഹദിയ എന്നൊക്കെ അർത്ഥം വരും, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയൊക്കെ. മക്കളെ എല്ലാ അമലിൻ്റെയും കൂലി, സ്വാലിഹീങ്ങളാണെങ്കിൽ അതൊക്കെ മാതാപിതാക്കൾക്ക് കിട്ടും. ഹമൽ ഉലമാഉ സദഖത്തുൽ ജാരിയ, ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വഖഫിൻ്റെ പാടല്ലേ ചർച്ച ചെയ്യുന്നത്, അതാണ് പറയുന്നത്. ജാരിയായ സദഖ എന്നതിനെ പണ്ഡിതന്മാർ
വ്യാഖ്യാനിച്ചിരിക്കുന്നു അലൽ വഖഫി വഖഫ് എന്ന്. ദൂന നഹ്വിൽ വസിയ്യത്തി, വസിയ്യത്ത് പെടൂല. ബിൽ മനാഫിൽ മുബാഹി, അനുവദനീയമായ ഉപകാരങ്ങൾ പ്രയോജനങ്ങൾ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക എന്നല്ല അതിന് ഒരർത്ഥം വെച്ചത്. പിന്നെ വഖഫ് എന്നാണ്. തെളിവ് ഒന്നതാണ്. വഖഫ് ഉമർ റളിയല്ലാഹു അൻഹു അർളൻ അസ്വാബഹു ബി ഖൈബറ, ഖൈബറിൽ ലഭിച്ച ഒരു ഭൂമി ഉമർ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തു. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് ഭൂമി അദ്ദേഹത്തിന് അനീമത്തായിട്ട് കിട്ടിയിരുന്നു. അസ്വാബഹു ബി ഖൈബർ, ഖൈബറിൽ അദ്ദേഹത്തിന് ലഭിച്ചു. അത് വഖഫ് ചെയ്തത് ബിഅംരി ഹീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം. അപ്പോൾ തെളിവ് അതാണ്. മാത്രമല്ല വശറത്ത ഫീഹ, ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിബന്ധന പറയുകയും ചെയ്തു. ഷുറൂത്തൻ, കുറേ നിബന്ധനകൾ. അതിൽപ്പെട്ടതായിരുന്നു മിൻഹ അന്നഹു ലാ യബാഉ അസ്ലുഹ, അതിനെ വിൽക്കാൻ പറ്റില്ല എന്നത്. വലാ യൂറസു, അനന്തരാവകാശമായി നൽകപ്പെടുകയില്ല എന്നതും. വലാ യൂഹബു, അത് മറ്റൊരാൾക്ക് സംഭാവനയായി നൽകുകയില്ല എന്ന ഷർത്ത് വെച്ചു. വാന്നമൻ വലിയ, ആ ഭൂമി ആരെങ്കിലും കൈകാര്യം ചെയ്താൽ, ആരെങ്കിലും അതിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ യൗക്കുലു മിൻഹ, അതിൽ നിന്ന് അവന് ഭക്ഷിക്കാം. ബിൽ മഅറൂഫി, ഒരു സാധാരണ രീതിയിലുള്ള അളവിൽ ഭക്ഷിക്കാം. പിന്നെ യുത്ഇമു സ്വദീഖൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് അതിനെ ഭക്ഷിപ്പിക്കുകയും ചെയ്യാം. ഗൈറ മുതമവ്വിലിൻ ഫീഹി, അതിലെന്ത് ചെയ്യാൻ പാടില്ല? പൈസ വാങ്ങാൻ പാടില്ല. പൈസ വാങ്ങാത്ത നിലയിൽ സുഹൃത്തുക്കൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യാം എന്നൊക്കെയുള്ള നിബന്ധന പ്രകാരം ബഹുമാനപ്പെട്ടവർ വഖഫ് ചെയ്തു. റവാഹു ശൈഖാനി. മുതമവ്വിൽ, സാമ്പത്തികമായിട്ട് അതിൽ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല. ഫീഹി, ആ ഭക്ഷിപ്പിക്കുന്നത് കൊണ്ട്. ആ നിലയിൽ കുറേ നിബന്ധന പറഞ്ഞു. റവാഹു ശൈഖാനി. ബഹു അവ്വലു മൻ വഖഫ്, ഇസ്ലാമിൽ ആദ്യമായി വഖഫ് ചെയ്ത ആൾ ബഹുമാനപ്പെട്ടവരാണ്. അപ്പോൾ അതാണ് വഖഫിൻ്റെ പ്രത്യേകത. വിൽക്കാൻ പാടില്ല. ലാ യുബാഉ അസ്ലുഹ, വിൽക്കാൻ പാടില്ല. വലാ യൂറസു, റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലശേഷം അത് മക്കൾക്ക് അനന്തരമായിട്ട് കിട്ടൂല. വിറാസത്ത് എന്ന അനന്തരം എന്നല്ലേ, വേറെ ആൾക്ക് ഇനി എന്താ ചെയ്യാൻ പാടില്ല? അത് കൊടുക്കാനും പാടില്ല, സംഭാവനയായിട്ടും കൊടുക്കാൻ പാടില്ല. വാന്നമൻ വലിയ, അത് ആരെങ്കിലും അതിൻ്റെ ആ ഭൂമിയെ നോക്കി നടത്തി സംരക്ഷിക്കുകയാണെങ്കിൽ അവനെന്ത് ചെയ്യുക? അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഉറഫനുസരിച്ച് ശറയിൽ അറിയപ്പെട്ട ഒരു രീതിയിൽ ഭക്ഷിക്കാം. സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഭക്ഷിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഗൈറ മുതമവ്വിലിൻ ഫീഹി, അതിനെന്ത് ചെയ്യാൻ പാടില്ല? പൈസ വാങ്ങാൻ പാടില്ലാത്ത വിധത്തിൽ സംഭാവനയായിട്ട് ഭക്ഷിപ്പിക്കാം. ഭക്ഷിപ്പിക്കുന്നതിന് മാല് വാങ്ങാൻ പാടില്ല. അബൂ യൂസുഫ് ഹനഫി മദ്ഹബിൽ ഈ വഖഫ് സ്വത്ത് വിൽക്കാം എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ അബൂ യൂസുഫ് റഹിമഹുല്ല പറയാണ്, ലമ്മാ സമിയ ഖബറ ഉമറ, അബൂ യൂസുഫ് റഹിമഹുല്ല ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ, എന്ത്? അന്നഹു ലാ യുബാഉ അസ്ലുഹ, അത് വിൽക്കാൻ പാടില്ല എന്ന ആ ഹദീസ് കേട്ടപ്പോൾ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ വാർത്ത കേട്ടപ്പോൾ, റജാൻ ഖൗലി അബി ഹനീഫ, അബൂ ഹനീഫ ഇമാമിൻ്റെ ഖൗലിൽ നിന്ന് അദ്ദേഹം പിന്മാറി. അദ്ദേഹത്തിൻ്റെ ഖൗൽ എന്തായിരുന്നു? ബിബൈഇൽ വഖഫ്, വിൽക്കാം എന്ന. ശിഷ്യനാണ്. എന്നിട്ട് പറഞ്ഞുവല്ലോ, സമിഅഹു, അബൂ ഹനീഫ ഇമാം ഹദീസ് കേട്ടിരുന്നെങ്കിൽ ലഖാല ബിഹി, ബഹുമാനപ്പെട്ടവരും അതേ അഭിപ്രായം പറയുമായിരുന്നു, വഖഫ് വിൽക്കാൻ പാടില്ല എന്ന അഭിപ്രായം പറയുമായിരുന്നു എന്ന് അബൂ യൂസുഫ് റഹിമഹുല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനെയാണ് വഖഫ് ചെയ്യുക? നിർണിത വസ്തുവിനെ വഖഫ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുന്ന ആ ഉപകാരം ഇപ്പോൾ കിട്ടണമെന്നില്ല, പിന്നെ കിട്ടിയാലും മതി. ആ ഉപകാരം വസ്തു നിലനിർത്തിക്കൊണ്ടായിരിക്കണം, നിലനിൽക്കുന്ന നിലയിലായിരിക്കണം. അപ്പോഴല്ലേ സദഖത്തുൻ ജാരി ആവുള്ളൂ. ഞാൻ പള്ളിക്കൊരു തെങ്ങ് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ തെങ്ങ് മുറിച്ച് വിറ്റാൽ, അല്ലെങ്കിൽ തെങ്ങ്
ആർക്കെങ്കിലും സംഭാവന കൊടുത്താൽ പിന്നെ സദഖത്തുൻ ജാരിയാവൂലല്ലോ. ജാരിയ സദഖ എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിലനിൽക്കുന്ന സദഖ എന്നാണ്. അതിന് തെങ്ങ് മുറിക്കരുതല്ലോ. കാലാകാലം അതിൻ്റെ തേങ്ങ മദ്രസിനോ വ്യക്തിക്കോ ആർക്കാണോ വഖഫ് ചെയ്ത് അവർക്ക് കിട്ടണ്ടേ. അപ്പോൾ ഒരു ചന്ദനത്തിരി വഖഫ് ചെയ്യാൻ പറ്റില്ല. ചന്ദനത്തിരി വഖഫ് ചെയ്താൽ ആ സാധനങ്ങൾ നശിക്കല്ലേ ചെയ്യുക, കത്തിച്ചാൽ. ചോറ് വഖഫ് ചെയ്യാൻ പറ്റില്ല, കാരണം തിന്നലാണ് അതിൻ്റെ ഉപകാരം. വഹിയ ബാക്കിയാന്ന സാധനം അവശേഷിക്കുന്ന നിലയിൽ വസ്തു നിലനിൽക്കെ ഉപകാരം ചെയ്യുന്നതായിരിക്കണം. സ്വഹ വഖഫു ഐനിൻ മുഅയ്യനത്തിൻ, ഒരു നിർണിത വസ്തുവിനെ വഖഫ് ചെയ്യാൻ പറ്റും. മംലൂക്കത്തിൽ വാഖിഫി, വാഖിഫിൻ്റെ ഉടമസ്ഥതയിലുള്ള. മിൽക്കൻ യഖ്ബലു നഖല, നഖലിനെ സ്വീകരിക്കുന്ന ഉടമസ്ഥതയുള്ള. എൻ്റെ ഉടമസ്ഥതയുള്ളതായ മാത്രം പോരാ, അത് മറ്റൊരാൾക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നത് കൂടിയാവണം. തുഫീദു ഫായിദത്തൻ, എന്തെങ്കിലും ഒരു ഉപകാരം നൽകുന്ന. ഹാലൻ ഇപ്പോഴോ ഔ മആലൻ പിന്നീടോ. ഹാലൻ ഔ മആലൻ കസമറത്തിൻ പഴം. ഔ മംഫഅത്തൻ തുസ്തഉജറു ലഹ ഗാലിബൻ, അല്ലെങ്കിൽ ഒരു ഉപകാരം നൽകണം. തുസ്തഉജറു ലഹ, ആ ഉപകാരത്തെ വാടകയ്ക്ക് നൽകപ്പെടും. ഔ മംഫഅത്തൻ തുസ്തഉജറു, ആ വസ്തുവിനെ വാടകയ്ക്ക് നൽകപ്പെടും. ലഹ, ആ ഉപകാരത്തിന് വേണ്ടി. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപകാരം വേണം. ഒരു പീടിയാണ്, പീടിയൻ്റെ ഉപകാരം എന്താ? തുസ്തഉജറു, ആ പീടിയൻ എന്ത് ചെയ്യും? വാടകയ്ക്ക് നൽകപ്പെടും. ലഹ, ആ ഒരു ഉപകാരത്തിന് വേണ്ടി, കച്ചവടം ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. തുഫീദു ഫായിദത്തൻ ഹാലൻ ഔ മആലൻ, ഇപ്പോഴോ പിന്നീടോ എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു ഗുണം നൽകുന്ന വസ്തുവിനെ. അല്ലെങ്കിൽ ഫായിദ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മംഫഅത്തൊരു ഉപകാരമാകാം. ഇപ്പോൾ തെങ്ങൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഫായിദയാണ് പറയാം. തെങ്ങിൻ്റെ മംഫഅത്തല്ല, തെങ്ങിൻ്റെ ഫായിദ പഴമാണ്. ചിലപ്പോൾ തെങ്ങും തയ്യാണെങ്കിൽ ഇപ്പോൾ കിട്ടൂല, പിന്നീടായിരിക്കും ആ ഫായിദ കിട്ടുക, ഒരു ലാഭം. അല്ലെങ്കിൽ ഒരു ഉപകാരം, കച്ചവടം ചെയ്യുക എന്നുള്ളത്. തുസ്തഉജറു, ആ വസ്തുവിന് വാടകയ്ക്ക് നൽകപ്പെടും. ലഹ, കച്ചവടത്തിന് വേണ്ടി. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫായിദയെയോ മംഫഅത്തിനെയോ നൽകുന്ന, കൊടുക്കുന്ന, ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെ വഖഫ് ചെയ്യുക. അത് ഏത് രീതിയിലായിരിക്കണം? വഹിയ ബാക്കിയ, വസ്തു നിലനിൽക്കുന്ന നിലയിലായിരിക്കണം. ലിഅന്നഹു ശുരിയ, കാരണം വഖഫിന് ശറഅ് ചെയ്യപ്പെട്ടത് ലിയകൂന സദഖത്തൻ ജാരിയ, അത് ജാരിയ സദഖാകാൻ വേണ്ടിയാണ്. വദാലിക, അത് വഖഫി ഷജരി, മരം വഖഫ് ചെയ്യും പോലെ, റൈഇഹി, അതിൻ്റെ വരുമാനത്തിന് വേണ്ടി. വഹുലിജിൻ ലബസിൻ, ആഭരണം വഖഫ് ചെയ്യും പോലെ, ധരിക്കാൻ വേണ്ടി. മിസ്ക് പോലത്തിന് വഖഫ് ചെയ്യും പോലെ, ലിഷമ്മിൻ, വാസനിക്കാൻ വേണ്ടി. റൈഹാനിൻ മസ്റൂഇൻ, കുഴിച്ചിട്ട റൈഹാൻ വഖഫ് ചെയ്യും പോലെ, വാസനിക്കാൻ വേണ്ടി. അല്ല, സുഗന്ധ ചെടിയാണല്ലോ റൈഹാൻ, അത് കൃഷിയായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വഖഫ് ചെയ്താൽ എന്താവും? അതിൻ്റെ വാസന അടുത്തുള്ള ആൾക്കാർക്ക് കിട്ടും. മസ്റൂ എന്ന് പറഞ്ഞാൽ, സിറാ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു അല്ലെങ്കിൽ കുഴിച്ചിട്ടു, നട്ട റൈഹാൻ. ബിഖിലാഫി ഊദുൽ ബുഖൂർ, ഊദുൽ ബുഖൂർ ഏർപ്പെടില്ല. പുകപ്പിക്കുന്ന ഈ ഊതിൻ്റെ അത്ര നട്ടില്ല, ആ ഊത് പെടില്ല. എന്നഹു ലാ യൻതഫഉ ബിഹി, കാരണം അതുകൊണ്ട് ഉപകാരം ലഭിക്കുകയില്ല. ഇല്ലാ ബിസ്തിഹ്ലാക്കിഹി, അതിനെ കത്തിക്കൽ കൊണ്ടല്ലാതെ, അത് നശിക്കൽ കൊണ്ടല്ലാതെ. മിസ്ക് അങ്ങനെയല്ല, മിസ്കവിടെ അങ്ങനെ വെച്ചാൽ മതി, എന്നാൽ അതിൻ്റെ വാസന ഇങ്ങനെ അടിച്ചു വീഴും. വൽ മുത്അമി, ഭക്ഷണവും പറ്റില്ല. ലിഅന്ന നഫഅഹു, കാരണം ഭക്ഷണത്തിന് ഉപകാരം ഫി ഇഹ്ലാക്കി, നശിപ്പിക്കുന്നതിലാണ്. അപ്പോൾ വെള്ളം വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത് കുടിക്കലോട് തീർന്നില്ലേ. അപ്പോൾ ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു പറ്റുമെന്നത്, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്.
വസഅമു ഇബ്നു സ്വലാഹി, ഇബ്നു സ്വലാഹ് തങ്ങൾ പറഞ്ഞത് എന്ത്? സിഹത്ത വഖഫിൽ മാഇ, വെള്ളം വഖഫ് ചെയ്യൽ സ്വഹിയാണ് എന്ന് പറഞ്ഞത് ഇഖ്തിയാറുലുഹു, അത് ബഹുമാനപ്പെട്ടവരുടെ സ്വന്തമായ അഭിപ്രായമാണ്. സ്വന്തം അഭിപ്രായത്തിനാണ് ഇഖ്തിയാർ എന്ന് പറയാം. ഷാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായമില്ല. വേണമെങ്കിൽ ആ അഭിപ്രായം സ്വീകരിക്കാം എന്ന് മാത്രം. ഇഖ്തിയാറുകൾ സ്വീകരിക്കാം. ഇനി എൻ്റെ ഒരു ഭൂമി മറ്റൊരാൾ തട്ടിയെടുത്തു, വസ്ബ് ചെയ്യപ്പെട്ടു, കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും. യസിഹു വഖഫുൽ മഖ്സൂബി, അപഹരിക്കപ്പെട്ട വസ്തുവിനെ വഖഫ് ചെയ്യാം. വൈ നജസ അൻ തഖ്രീസിഹി, അതിനെ മോചിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വഖഫ് ചെയ്യാം. അപ്പോൾ എന്നിൽ നിന്ന് അപഹരിച്ചെടുത്ത ആ സാധനം വഖഫ് ഭൂമിയായിട്ട് മാറും. വൈ നജസ, അവന് സാധിക്കില്ലെങ്കിൽ പോലും അൻ തഖ്രീസി, അതിനെ മോചിപ്പിക്കാൻ, തഖ്രീസ് തന്നെ മോചിപ്പിക്കാൻ. വഖഫുൽ ഉലൂവി, ഇപ്പം പള്ളിൻ്റെ കാര്യത്തിൽ പള്ളിൻ്റെ മുകൾ ഭാഗം മാത്രം വഖഫ് ചെയ്യാം. ദൂന സുഫ്രി, താഴ്ഭാഗമില്ലാതെ മസ്ജിദൻ, പള്ളിയായിട്ടോ മദ്രസയായിട്ടോ, അടിപള്ളി, മുകളിൽ മദ്രസ അല്ലെങ്കിൽ താമസം, അങ്ങനെയൊക്കെ പറ്റും. 2 or 3 നിലയുള്ള കെട്ടിടത്തിൻ്റെ 5ാം നില മാത്രം വഖഫ് ചെയ്യാം. വല്ലൗജുഹു സിഹത്തു വഖഫിൽ മുഷായി, പൊതു സാധനം വഖഫ് ചെയ്യാവുന്നതാണ്. എൻ്റെയും നിങ്ങളെയും കൂടെ കൂടിയ സാധനമാണ്, അതാണ് മുഷാഹ്. പകുതിൻ്റെതും പകുതി നിങ്ങളതുമാണ്, മൊത്തത്തിൽ വേർതിരിച്ചിട്ടില്ല, അതിനാണ് മുഷാഹ്. പൊതു വസ്തു വഖഫ് ചെയ്യാവുന്നതാണ്. വൈൻ കല്ലാതെ എത്ര കുറച്ചാണെങ്കിലും മസ്ജിദിന് പള്ളിയായിട്ട് വഖഫ് ചെയ്യാം. അപ്പോൾ പിന്നെ എവിടെ നിസ്കരിക്കുക? അവിടെ ചെറിച്ച് പ്രശ്നമുണ്ട്. ആ ഭൂമിയിൽ എവിടെയും ജനാപത്തുകാർക്ക് കയറാൻ പറ്റില്ല. കാരണം ആ ഭൂമിയിൽ പറ്റുന്ന സ്ഥലമുണ്ട്, പറ്റാത്ത സ്ഥലമുണ്ട്. അതേമാതിരി ഈത്തിക്കാഫിരിക്കാനും നിസ്കരിക്കാനും പറ്റൂല, അതിൻ്റെ മറ്റേ ഉടമസ്ഥൻ്റെ സമ്മതമല്ലാതെ. വല്ലസഹു, പൊതുഭൂമി വഖഫ് ചെയ്യാം. ഭൂമി ഉദാഹരണം പറഞ്ഞതാണ്. വൈൻ കല്ല് എത്ര കുറച്ചാണെങ്കിൽ പോലും മസ്ജിദൻ, പള്ളിയായിട്ട്. യഹ്റൂമു മഖ്സു ഫിഹി, അങ്ങനെയുള്ള ഭൂമി മുഴുവൻ എവിടെയും നിൽക്കൽ ഹറാമാണ്. അലൽ ജുനുബി, ജനാപത്തുകാരന്. എന്തുകൊണ്ട്? തഗ്ലീബലിൽ മൻഇ, പാടില്ല എന്ന ഭാഗത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട്, മൻഇന് മുൻതൂക്കം നൽകിക്കൊണ്ട്. പാടുള്ള സ്ഥലമുണ്ട്, പാടില്ലാത്ത സ്ഥലമുണ്ടല്ലോ. പള്ളി എന്നുള്ളതിൻ്റെ ഭാഗത്തെ മുൻതൂക്കം നൽകിക്കൊണ്ട്. എംതനിയും ഈത്തിക്കാഫുൻ വസ്വലാത്തും ബിഹി, അവിടെ നിസ്കരിക്കലും ഈത്തിക്കാഫ് ഒന്നും പാടില്ലാത്തതാണ്. മിൻ ഗൈരി ഇദ്നി മാലിക്കിൻ മൻഫഅതി, മറ്റേ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ. ആ ഉപകാരത്തിൻ്റെ ഉടമസ്ഥല്ലേ, അതായത് മറ്റേ ഭാഗത്തിൻ്റെ ഉടമസ്ഥൻ്റെ സംഭവം കൂടെ അല്ലാതെ നിസ്കരിക്കാനും ഇത്തിക്കാഫിരിക്കാനൊന്നും പറ്റൂല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ വഖഫ് എന്താണ്? സ്വഹിയാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട വാചകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച. അത് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. ബാബും ഫിൽ വഖഫി ലഗ്തൻ അൽ ഹബ്സു വശറഅൻ ഹബ്സു മാലിൻ മിൻ ഇത്തിബാഉ ബിഹി, ഉപകാരമെടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവിനെ തടഞ്ഞിടലാണ്. മാ ബഖായി ഐനിഹി, വസ്തുവിനെ ബാക്കിയാക്കിക്കൊണ്ട്. ബി ഖതി തസറുഫി ഫി റഖബത്തി, അതിൻ്റെ ദാത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തെയെല്ലാം മുറിച്ചുകൊണ്ട്, നിർത്തിക്കൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട്. അലാ മസ്രിഫിൻ മുബാഹിൻ വജിഹത്തിൻ, ഒരനുവദനീയമായ മാർഗത്തിലും വഴിയിലും. അതിലെ ഹദീസ് വൽ അസ്ലുഫി, അതിലുള്ള തെളിവ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ എങ്കത്തെ അമലുഹ, അവൻ്റെ അമലൊക്കെ മുറിഞ്ഞുപോയി, ഒരു കൂലിയും ഖബർക്ക് വരൂല. ഇല്ലാ മിൻ സലാത്തിന്, 3 എണ്ണം ഒഴികെ. സദഖത്തിൻ ജാരിയ, അല്ലെങ്കിൽ ഉപകാരപ്രദമായാലും. നമ്മളൊക്കെ എലും പഠിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു അതുകൊണ്ട് ഉപകാരം ചെയ്യട്ടെ. ഉപകാരപ്രദമായ ഇൽമാവും ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ ഫലം ഉണ്ടാവൂലേ? അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. സദഖത്തുൻ ജാരിയയും വഖഫൊന്നും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇൽമു പഠിക്കാനും അത് ഉപകാരം ചെയ്യാനും ആർക്കും കഴിയില്ലേ? ആ ഒരു മാർഗത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. മറന്നുപോകരുത്. ഈ ഹദീസിൻ്റെ ഒരു തൗഫീഖ് കിട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ. പിന്നെ സ്വാലിഹായ മക്കൾ അത് പടച്ചോൻ കൊടുക്കുന്ന തൗഫീഖാണ്.
ഈ മുസ്ലിമായ മക്കൾ യദ്ഉലഹു ദ്വാരിക്കുന്ന ഈ സദഖത്തുൻ ജാരിയ എന്നതിനെ പണ്ഡിതന്മാർ ചുമത്തിയിരിക്കുന്നു വഖഫിൻ്റെ മേൽ. ദൂനൽ വസിയ്യത്ത് പോലത്തതിനെ കൂടാതെ അൽ മനാഫിൽ മുബാഹനുവദനീയമായ ഉപകാരങ്ങൾ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക എന്നുള്ളതിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ മരിച്ചാൽ ഈ കിണർത്ത വെള്ളം ആ മദ്രസക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ, ആ കിണർ മദ്രസക്കാണെന്നൊക്കെ പറഞ്ഞാൽ വസിയ്യത്തേ ആവുള്ളൂ. പക്ഷേ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ വഖഫാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭൂമി വഖഫ് ചെയ്തു. അസ്ഹാബഹു അദ്ദേഹത്തിന് ലഭിച്ച ഖൈബറിൽ നബിൻ്റെ കൽപ്പന പ്രകാരം. എന്നിട്ട് ഷറത്ത് ഫീഹ ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിബന്ധന പറഞ്ഞു. ഷുറൂത്തൻ ധാരാളം ഷർത്തുകൾ. മിൻഹാദിൽപ്പെട്ടതാണ് നഹുലായി ബാഹു ഹസ്ലിഹ ആ ഭൂമി വിൽക്കാൻ പറ്റില്ല എന്നത്, വലാ യൂറസു അനന്തരമെടുപ്പിക്കപ്പെടുകയില്ല എന്നതും, വലാ യൂഹബു അത് സംഭാവനയെ നൽകാൻ പാടില്ല എന്നതും, വാന്നമൻ വലിയഹ അതിൻ്റെ സംരക്ഷണം നടത്തുന്ന വ്യക്തി യഅ്കുലു മിൻഹാ ബിൽ മഅറൂഫി ഒരു മഅറൂഫ് അനുസരിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ ഒരു കണക്കുണ്ടല്ലോ. നാട്ടിലറിയപ്പെട്ട ഒരു പതിവിലറിയപ്പെട്ട ഒരു സാമ്പ്രദായികമായി അറിയപ്പെട്ട ഒരു സാമാന്യമായ രീതിയിൽ കഴിക്കാം. യുത്ഇമു സദീഖൻ സുഹൃത്തുക്കൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യാം. ഗൈറ മുതമബ്ബിലിൻ ഫീഹി അതിനൊന്നും പൈസ വാങ്ങാതെ. റവാഹു ശൈഖാനി മുസ്ലിം ബുഖാരി മുസ്ലിം പഠിച്ച ഹദീസാണ്. വഹുവ അവ്വലു മൻ വഖഫ ബിൽ ഇസ്ലാം. അബി യൂസുഫ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അബൂ ഹനീഫ ഇമാമിൻ്റെ ശിഷ്യൻ അന്നഹു ലമ്മാ സമിഅ ഉമറ ഖബറ ഉമർ റളിയല്ലാഹു അൻഹു വർത്തമാനം കേട്ടപ്പോൾ, ഹദീസ് കേട്ടപ്പോൾ, അത് വിൽക്കാൻ പാടില്ല എന്ന് ഹദീസ് കേട്ടപ്പോൾ റജഅ അദ്ദേഹം പിന്മാറി അബൂ ഹനീഫ ഇമാമിൻ്റെ ഖൗലിൽ നിന്ന് വഖഫ് വിൽക്കാമെന്ന. അപ്പോൾ അദ്ദേഹം പറയുകയുള്ളൂ സമിഅഹു അബൂ ഹനീഫ ഇമാം ഇത് കേട്ടിരുന്നെങ്കിൽ ലഖാല ബിഹി അത് പറയുമായിരുന്നു എന്ന്. സഹ വഖഫു ഐനിൻ മുഅയ്യനത്തിൻ മംലൂക്കത്തിൽ വാഖിഫി വാഖിഫിൻ്റെ ഉടമസ്ഥതയിലുള്ള നിർണിത വസ്തു വഖഫ് ചെയ്യാവുന്നതാണ്. ഏത് ഉടമസ്ഥത? വഖഫൻ യഖ്ബലു തനഖില നീക്കം ചെയ്യാൻ പറ്റുന്ന, യഖ്ബലു സ്വീകരിക്കും, അനഖില നീക്കം ചെയ്യലിന് സ്വീകരിക്കുന്ന ഉടമസ്ഥതയുള്ള എങ്ങനത്തെ വസ്തു? തുഫീദു ഫായിദത്തൻ എന്തെങ്കിലും ഒരു വരുമാനം നൽകുന്ന, ഹാലൻ ഇപ്പോഴോ അല്ലെങ്കിൽ ഉപകാരം, അല്ലെങ്കിൽ ഔ മൻഫഅത്തൻ അല്ലെങ്കിൽ ഉപകാരം, ഒരു ഗുണം നൽകുന്ന ഫായിദത്തൻ ഒരു പഴങ്ങളെ പോലെയുള്ള ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു ഉപകാരമോ. തുസ്തഉജറു ആ വസ്തുവിനെ വാടകയ്ക്ക് നൽകപ്പെടും ലഹ ഒരു ഉപകാരത്തിന് വേണ്ടി. ഗാലിബൻ സാധാരണയിൽ വഹിയ വാഖിയത്തുൻ വസ്തു നിലനിർത്തിക്കൊണ്ട് ഉപകാരം ചെയ്യുന്ന, വസ്തു നിലനിൽക്കുന്ന നിലയിൽ, വസ്തു ബാക്കിയാകുന്ന നിലയിൽ ഉപകാരം ചെയ്യുന്ന, വസ്തു നശിക്കുന്ന നിലയിൽ ഉപകാരം ചെയ്യുന്നപ്പെടില്ല. എന്നഹു ശരിയാക്കാനും വഖഫ് ശറയപ്പെട്ടത് ജാരിയ സദഖയാകാനാണ്. വഖഫ് മരം വഖഫ് ചെയ്യും പോലെ വരുമാനത്തിന് വേണ്ടി, ആഭരണം ധരിക്കാൻ വേണ്ടി, മിസ്ക് പോലത്തത് വാസനിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴിച്ചിട്ട് റൈഹാൻ വഖഫ് ചെയ്യുക, അതൊക്കെ. ബിഖിലാഫി ഊദിൽ ബുഖൂർ പുകപ്പിക്കുന്ന കൊള്ളി പെടില്ല. അന്നഹു ലാ യുൻതഫഉ ബിഹി ഇല്ലാ ബിസ്തിഹ്ലാക്കി അത് നശിക്കുമ്പോൾ മാത്രമല്ലാതെ അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ല. വൽ മത്ഊമി ഭക്ഷണ സാധനം വഖഫ് ചെയ്യുന്നത് അപ്രകാരമല്ല. ബിഖിലാഫി വൽ മത്ഊമി അന്ന നഫഅഹു ഫി ഇഹ്ലാക്കിഹി. ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു വെള്ളം വഖഫ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇഖ്തിയാറുൽ ലുഹദ് ബഹുമാനപ്പെട്ടവരുടെ സ്വന്തം അഭിപ്രായമാണ്. അതുപോലെ തന്നെ അസ്ബ് ചെയ്യപ്പെട്ട ഭൂമി വഖഫ് ചെയ്യാം, അതിനെ മോചിപ്പിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും വൈനജസാൻ തഖ്ലീസിഹി. അതുപോലെ തന്നെ പള്ളിയായിട്ട് വഖഫ് ചെയ്യുക, ഒരു ഭൂമിയുടെ ഒരു കെട്ടിടത്തിൻ്റെ ഉലൂബ് മേൽഭാഗം ദൂന സുഫ്രി താഴ്ഭാഗത്തെ ഇല്ലാതെ. വലൗജു സിയത്ത് വഖഫിൽ മുഷായി പൊതു വസ്തു വഖഫ് ചെയ്യാം, വൈൻ കല്ല എത്ര കുറച്ചേ ഉള്ളെങ്കിലും പള്ളിയായിട്ട്. പക്ഷേ അവിടെ ജനാബത്തുകാർക്ക് ആ ഭൂമിയിൽ മൊത്തം താമസിക്കൽ ഹറാമാണ്. തഗ്രീബലിൽ മൻ ഈ പാടില്ല എന്ന ഭാഗത്തെ മൻഇൻ്റെ ഭാഗത്തെ മുന്തിച്ചതിന് വേണ്ടി. എംതനി ഈത്തിക്കാഫും വസ്സലാത്തും ആ ഭൂമിയിൽ മൊത്തം നിസ്കരിക്കലും ഈത്തിക്കാഫും പാടില്ലാത്തതാണ്, ആ ഉപകാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ. ശരി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.